നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വർഷങ്ങളായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഭീഷണിക്കൊപ്പം ആശങ്കയായി ഒഴിപ്പിക്കൽ ഭീഷണിയും ഉപ്പുതറയും. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പഴയരിക്കണ്ട പുഴയിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോര പാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയും ജില്ലയിലെ മലയോര ജനതയോടുള്ള കരുതലുമാണ് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിലെ നിർമ്മാണ തടസ്സം ഒഴിവാക്കാൻ സാഹചര്യമൊരുക്കിയതെന്ന് ഡി കുര്യാക്കോസ് എം.പി. വിശദമായ വാർത്തകളിലേക്ക്. വർഷങ്ങളായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഭീഷണിക്കൊപ്പം ആശങ്കയായി ഒഴിപ്പിക്കൽ ഭീഷണിയിൽ ഉപ്പുതറയും. പെരിയാർ തീരത്ത് താമസിക്കുന്ന കർഷകരും വ്യാപാരികളും അയ്യപ്പൻ കോവിലിന് പിന്നാലെ ഉപ്പുതറയിലും കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലായിരിക്കുകയാണ്. 27 വരെ നടപടി നിർത്തിവെക്കുമെന്ന് മന്ത്രി ഉറപ്പു പറഞ്ഞെങ്കിലും ജില്ലാ ഭരണകൂടം രഹസ്യമായി നടപടിയുമായി മുന്നോട്ടു പോവുകയാണ്. അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിലെ 12 പേരും ഉപ്പുതറ വില്ലേജിലെ 187 പേരുമാണ് കുടിയൊഴിപ്പിക്കൽ ലിസ്റ്റിലുള്ളത്. 15 ദിവസത്തിനുള്ളിൽ നോട്ടീസ് നൽകുമെന്ന വിവരം അറിഞ്ഞതോടെ തീരത്ത് താമസിക്കുന്നവർ ഒന്നടങ്കം ആശങ്കയിലാണ്. കാപ്പി തേയില വ്യവസായം ഹൈറേഞ്ചിൽ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടായി. അക്കാലം മുതൽ തോട്ടം മേഖലയെ ആശ്രയിച്ച് കുടിയേറിയവരുടെ 2-3 തലമുറക്കാരാണ് ഇവിടുത്തെ താമസക്കാർ. രാപ്പകൽ അധ്വാനിച്ച് ജീവിതം കരിപ്പിടിപ്പിച്ചവർ സർക്കാരിന്റെ നിയമപരമായ എല്ലാ അനുമതിയും വാങ്ങിയാണ് വീടും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പണിതത്. ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഒരു ദിവസം വിട്ടൊഴിഞ്ഞു പോകുവാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു. മരിക്കേണ്ടി വന്നാലും തങ്ങളുടെ വീടും സ്ഥലവും ഒഴിഞ്ഞു പോകില്ലെന്ന ഉറച്ച നിലപാടിലാണ് പെരിയാർ തീരത്ത് താമസിക്കുന്ന ചപ്പാത്തിലെ നാട്ടുകാർ. നമ്മുടെ പുതറ പഞ്ചായത്തിന്റെ ടൗൺ ഹാളിനോട് ചേർന്നാണ് ഇരിക്കുന്നതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ ടൗണിൽ തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത്. ഒരു കാരണവശാലും നമുക്ക് അവർക്ക് നോട്ടീസ് കൊടുക്കാനോ അതുപോലെ തന്നെ അവരെ ഒഴിപ്പിക്കണം എന്ന് പറയുന്നതിനോ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് MLA-ക്ക് നിവേദനം കൊടുക്കുകയും MLA-യെ കൂട്ടി നമ്മൾ റവന്യൂ വകുപ്പ് മന്ത്രിയെ കഴിഞ്ഞ ദിവസം പോയി കാണുകയും ചെയ്തു. കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്നേരം തന്നെ പുഴകൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുവാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകുന്നത്. ഉത്തരവ് ജില്ലയിലാകെ ബാധിക്കും. എന്നാൽ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ മാത്രമാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചു വരുന്നതെങ്കിലും ഉപ്പുതറ വില്ലേജിലും നടപടി ഉണ്ടാകുമെന്ന ആശങ്കയാണുള്ളത്. ഒഴിപ്പിക്കൽ ഭീഷണി ഉണ്ടായതോടെ MLA അഡ്വക്കേറ്റ് സിറിയക് തോമസിനോടൊപ്പം മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരെ കണ്ടിരുന്നു. 27 വരെ നടപടി അവസാനിപ്പിക്കുവാൻ മന്ത്രി നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ഇപ്പോഴും ജില്ലാ ഭരണകൂടം നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. തീരത്തുള്ളവർക്ക് മറ്റു വീടുകളുണ്ടോ എന്നും ക്യാമ്പുകളിലേക്ക് മാറ്റപ്പെടേണ്ടവരുടെ എണ്ണം എന്ന തരത്തിൽ ലിസ്റ്റ് എടുക്കുവാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സിറ്റി വിഷൻ, ഉപ്പുതറ. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പഴയരിക്കണ്ടം പുഴയിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. കാർ ഓടിച്ചിരുന്ന മൈലപ്പുഴ സ്വദേശി എംബ്രിയൽ സ്വപ്നയുടെ പരിക്ക് ഗുരുതരം. ഇന്ന് രാവിലെ 6:30ഓടെയായിരുന്നു അപകടം. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാലത്തിന്റെ കൈവരികൾ തകർത്ത പഴയരിക്കണ്ടം പുഴയിലേക്ക് മറിയുകയായിരുന്നു. മാതാവിന്റെ 40ാം ചരമദിന ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തി പള്ളിയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ 5ഓളം പേരുണ്ടായിരുന്നു. കാർ ഓടിച്ചിരുന്ന എംബ്രൈൻ സ്വപ്നയുടെ പരിക്ക് ഗുരുതരമാണ്. 2 ദിവസമായി മഴ കുറവായിരുന്നതിനാൽ പുഴയിൽ ജലനിരപ്പ് കുറയാൻ കാരണമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. ലേശം താഴോട്ട് ഇറങ്ങിയ പാലത്തിലേക്ക് വന്നു. വണ്ടി അപ്പോൾ തന്നെ ഇതായി മറുക ചെയ്ത വണ്ടി. അവിടുന്ന് എന്താ സംഭവിച്ചത് എന്താണെന്നൊന്നും ഒരു പിടിയില്ല. ഒന്നാം വെളുപ്പിനെ നേരം വെളുക്കുന്നല്ലേ ഉള്ളൂ. എല്ലാവരും എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. പുറകെ ഞങ്ങളിവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ ഓടിപ്പോയി വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയത് എല്ലാവരും. സ്വപ്നയുടെ ഭർത്തൃ സഹോദരി ലൈസ, സിമോൾ ക്രിസ്റ്റ, സാന്ദ്ര, സാനിയ എന്നിവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോര പാത തുറന്നു. ഈ മാസം 7-ന് പാത തുറക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും നിർമ്മാണ ജോലികൾ പൂർത്തിയാകുന്നതിനാൽ ഗതാഗതത്തിന് തുറന്നു നൽകുന്നത് വൈകുകയായിരുന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്.
തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഒരു മാസം മുമ്പാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തി കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലായിരുന്നു. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുമുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കുവാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. UDFന്റെ നേതൃത്വത്തിലുള്ള VD സതീശൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയും ജില്ലയിലെ മലയോര ജനതയോടുള്ള കരുതലുമാണ് ദേശീയപാതയിൽ LDF സർക്കാരിന്റെ കാലത്ത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിലെ നിർമ്മാണ തടസ്സം ഒഴിവാക്കാൻ സാഹചര്യമൊരുക്കിയതെന്ന് ഡീൻ കുര്യാക്കോസ് MP. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരത്തിൽ നിലനിന്നിരുന്ന നിർമ്മാണത്തിനുള്ള നിയമതടസ്സങ്ങൾ ഒഴിവാക്കിയ VD സതീശൻ സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFന്റെ നേതൃത്വത്തിലുള്ള VD സതീശൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയും ജില്ലയിലെ മലയോര ജനതയോടുള്ള കരുതലുമാണ് ദേശീയപാതയിൽ LDF സർക്കാരിന്റെ കാലത്ത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള ദൂരത്തിലെ നിർമ്മാണ തടസ്സം ഒഴിവാക്കാൻ സാഹചര്യം ഒരുക്കിയതെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരത്തിൽ നിലനിന്നിരുന്ന നിർമ്മാണത്തിനുള്ള നിയമ തടസ്സങ്ങൾ ഒഴിവാക്കിയ VD സതീശൻ സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ നടന്ന ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. PCCF-നെയും സർവീസ് സൂപ്രണ്ടിനെയും 3 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് നടപടികൾ വീണ്ടും വൈകിപ്പിക്കുന്ന നിലയിലായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ. നമ്മൾ ഇവിടെ വീണ്ടും സമരം ചെയ്തു. ആ ഹൈ ലെവൽ കമ്മിറ്റിക്ക് കാലാവധിയായി നിശ്ചയിച്ചത് കേവലം 2 ആഴ്ച സമയം മാത്രമായിരുന്നുവെങ്കിൽ, ആ കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത് 2026 ജനുവരി മാസമായിരുന്നുവെങ്കിൽ, ജനുവരി മാസം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ റിപ്പോർട്ട് അനുകൂലമായി കൊണ്ടുവന്ന് ഈ നടപടികൾ അവർക്ക് അവസാനിപ്പിക്കാമായിരുന്നു. അല്ലെങ്കിൽ വികസന പ്രവൃത്തി ആരംഭിക്കുന്ന നിലയിലുള്ള തീരുമാനം കൈക്കൊള്ളാമായിരുന്നു. ദേശീയപാത വിഷയത്തിൽ മുൻ സർക്കാർ കൈക്കൊണ്ട അനാവശ്യ ഇടപെടലുകൾക്കും നിലപാടുകൾക്കുമെതിരെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ ചിന്തകളുമുള്ള ഒട്ടേറെ സംഘടനകൾ ഒറ്റക്കെട്ടായി ഒരു കുടക്കീഴിൽ അണിനിരന്നുള്ള ശക്തമായ പ്രതിഷേധമാണ് VD സതീശൻ സർക്കാരിന്റെ ഇച്ഛാശക്തി ഫലം കണ്ടിരിക്കുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ കർഷക കോൺക്ലേവിൽ ലഭിച്ച കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഒന്നൊന്നായി പരിഹാരം കാണുന്നതിന്റെ തുടക്കമാണ് ദേശീയപാതയിലെ നിർമ്മാണ തടസ്സം ഒഴിവാക്കിയ സുപ്രധാന നടപടി. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നം, നിർമ്മാണ നിരോധനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും സമയബന്ധിതമായി പരിഹാരം UDF സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും MP വ്യക്തമാക്കി. ദേവികുളം MLA F രാജ, പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P കുര്യാക്കോസ്, ദേശീയപാത സംരക്ഷണ സമിതി ചെയർമാൻ PM ബേബി, ജനറൽ കൺവീനർ റസാഖ് ചൂരവേരിൽ എന്നിവർ പ്രകടനത്തിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85 അടിമാലി ടൗണിൽ 4-വരിപ്പാത വികസനം ചർച്ച ചെയ്ത് MP ഡീൻ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. 4-വരിപ്പാതയിലെ ഡിവൈഡർ നിർമ്മാണത്തിൽ വ്യാപാരി വ്യവസായികളുടെയും പൊതുജനങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുകയും വ്യാപാരികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് യോഗം ചേർന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85 അടിമാലി ടൗണിൽ 4-വരിപ്പാത വികസനം ചർച്ച ചെയ്ത MP ഡീൻ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. അടിമാലി ടൗണിൽ അമ്പലപ്പടി മുതൽ സർക്കാർ ഹൈസ്കൂൾ വരെയാണ് 4-വരിപ്പാതയാക്കുന്നത്. ടൗൺ വികസനത്തിനായി 160 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 4-വരിപ്പാതയിലെ ഡിവൈഡർ നിർമ്മാണത്തിൽ വ്യാപാരി വ്യവസായികളുടെയും പൊതുജനങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുകയും വ്യാപാരികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം ചേർന്നത്. കാംകോ ജംഗ്ഷനിൽ വാഹനങ്ങൾ തിരിഞ്ഞുപോകുന്ന ഡിവൈഡർ ഓപ്പണിംഗ് അനുവദിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. നേരത്തെ നിശ്ചയിച്ചിരുന്ന അലൈൻമെന്റ് പ്രകാരം അടിമാലി ടൗണിൽ ഡിവൈഡറുകൾക്കിടയിൽ 3 ഓപ്പണിംഗുകൾ മാത്രമാണ് അനുവദിച്ചിരുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം, ബസ് സ്റ്റാൻഡിൽ നിന്നും വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം, സെൻട്രൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലായിരുന്നു ഇത്. വ്യാപാരികളുടെ ആവശ്യപ്രകാരമാണ് 4ാമത് കാംകോ ജംഗ്ഷനിൽ മീഡിയൻ ക്രോസിംഗ് അനുവദിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചത്. അടിമാലി ടൗണിലേക്ക് പ്രവേശിക്കുന്ന കാംകോ ജംഗ്ഷനിൽ കൂടി ഡിവൈഡർ ഇല്ലാത്ത ഓപ്പണിംഗ് വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ടൗണിൽ ഗതാഗതക്കുരുക്കോ മറ്റു തടസ്സങ്ങളോ ഉണ്ടായാൽ ബൈപ്പാസ് പോലെ ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത്. ഈ സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകുവാൻ കാംകോ ജംഗ്ഷനിൽ കൂടി 4ാമതൊരു ഓപ്പണിംഗ് അനുവദിക്കണമെന്ന യോഗത്തിൽ വ്യാപാരികൾ ആവശ്യപ്പെട്ടത്. ടൗണിൽ ആളുകൾക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനായി 4 ആകാശ നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നു.
റീജിയണൽ ഓഫീസറുടെ അനുമതിയോടെ ഇത് നടപ്പിലാക്കുന്നത് പരിശോധിക്കുമെന്ന് MP യോഗത്തിൽ വ്യക്തമാക്കി. തീരുമാനിച്ചിരുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ രണ്ട് ഭാഗത്തും, ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തും ബസ് സ്റ്റാൻഡിൽ നിന്നും വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തും അതോടൊപ്പം തന്നെ അടിമാലിയുടെ ഹൃദയഭാഗത്തും അങ്ങനെ 3 ഓപ്പണിംഗ് മാത്രമായിരുന്നു ഡിവൈഡർ ഇല്ലാതെ നിശ്ചയിച്ചിരുന്നതെങ്കിൽ കാംകോ ജംഗ്ഷനിൽ കൂടി ഡിവൈഡർ ഇല്ലാതെ അവിടെ ഓപ്പണിംഗ് വേണം എന്നുള്ള ഒരു പൊതു ആവശ്യം ബോധ്യപ്പെട്ടു. കാരണം ടൗണിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കാംകോ ജംഗ്ഷൻ്റെ ആ ഭാഗത്തുള്ള ആ റോഡാണ് കല്ലാർകുട്ടി ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ റോഡിൽ സുഗമമായി വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ള ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവിടെയും ഒരു ഓപ്പണിംഗ് കൊടുക്കാൻ അങ്ങനെ 4 ഓപ്പണിംഗ് അടിമാലി ടൗണിൽ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 ഭാഗത്ത് വോക്ക് വേ, ആളുകൾക്ക് റോഡ് മുറിച്ച് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപ്പാത ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പരിഗണിക്കാം എന്നുള്ള നിലയിലേക്ക് തീരുമാനമെത്തി. അത് മിക്കവാറും മുസ്ലിം പള്ളിയുടെ മുൻവശത്ത് ആയിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പൂർണ്ണമായി എവിടെയാണ് ആ വോക്ക് വേ സംഘടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അത് വെക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനത്തിലേക്ക് എത്തുന്നതാണ്. ആളുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ ഒരുക്കുന്ന നടപ്പാത പൂർണ്ണമായും കൈവരികൾ വെച്ച് കെട്ടിയടക്കില്ല. വ്യാപാരികളുടെ ആവശ്യപ്രകാരം തടസ്സമുണ്ടാകുമെന്ന് കരുതുന്ന ഭാഗങ്ങളിൽ മാത്രം കണ്ടെത്തി കൈവരികൾ ഒഴിവാക്കി നൽകുവാനും യോഗം തീരുമാനിച്ചു. റോഡ് മുറിച്ചു കടക്കുന്നതിനായി ഒരിടത്ത് നടപ്പാത അനുവദിക്കും. വ്യാപാരികളുടെ കടകളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് ഓപ്പണിംഗുകൾ, പാർക്കിംഗ് സ്ഥലം എന്നിവ സാധ്യതകൾ പരിശോധിച്ച അനുഭാവപൂർണ്ണം പരിഗണിക്കുമെന്ന് യോഗത്തിൽ MP വ്യക്തമാക്കി. റോഡിന്റെ ഇരുവശങ്ങളിലും മികച്ച രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും യോഗം തീരുമാനിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA F. രാജ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രോജക്ട് ഡയറക്ടർ P. പ്രദീപ് കുമാർ, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. വായനയും വിജ്ഞാനവുമാണ് മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതെന്നും മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നതെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് വായന മാസാചരണത്തിന്റെ ജില്ലാതല സമാപനം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ വായനശാലകളെ ശക്തിപ്പെടുത്തുകയും അതുവഴി സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് കേരളത്തെ നയിക്കുകയും ചെയ്ത PN പണിക്കരുടെ സംഭാവനകൾ രാജ്യം മുഴുവൻ തിരിച്ചറിഞ്ഞ് ആദരിക്കപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. MLA ഫണ്ടിൽ നിന്ന് ലൈബ്രറികൾക്ക് പുസ്തകം വാങ്ങുവാനുള്ള തുക ചെലവഴിക്കുമ്പോഴാണ് ഏറ്റവും അധികം സംതൃപ്തി ലഭിക്കാറുള്ളത്. അത് കാലാതിവർത്തികളായി നിലനിൽക്കുമെന്നും വായനയും വിജ്ഞാനവുമാണ് മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതെന്നും മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നതെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിത്വത്തിനുണ്ട്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായ യാത്രാ സൗകര്യങ്ങൾ മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ലൈബ്രറികൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ഗ്രാമീണ മേഖലയിൽ കൊണ്ടുവരുവാൻ സാധ്യമായത്. പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തുന്ന അതിഥികൾക്ക് മൊമന്റോയും ഫലകങ്ങളും നൽകുന്ന ശീലം ഉപേക്ഷിച്ച പുസ്തകങ്ങൾ സമ്മാനമായി നൽകാൻ സംഘാടകർ ശ്രദ്ധിക്കണമെന്ന വായനാ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനം വിതരണം നിർവഹിച്ച ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് പറഞ്ഞു. PN പണിക്കർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ വൈസ് ചെയർമാൻ ജോസ് വഴുതനപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ IR പ്രസാദ്, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജെന്നി K. അലക്സ്, ഫാദർ ബെൻസൺ N. ആന്റണി, ലൈബ്രറിയൻ ലിസ് ജേക്കബ്, PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ലാലു ചകനാൽ, സെക്രട്ടറി നൈനി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, തൊടുപുഴ. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്റ്റ് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല MLA സേനാപതി വേണു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൊതുജീവിതത്തിൽ സത്യസന്ധതയും ജനസേവനവും മുഖമുദ്രയാക്കിയതാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിതവും പ്രവർത്തനങ്ങളുമെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. പരിപാടിയിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം സേനാപതി വേണു MLA ഉദ്ഘാടനം ചെയ്തു. ജനകീയനായ നേതാവെന്ന നിലയിൽ അദ്ദേഹം എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുമെന്ന് MLA പറഞ്ഞു. ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ പാഠപുസ്തകവും അത് കേരളത്തിലെ മുഴുവൻ ആളുകളും പഠിക്കേണ്ട ഒന്നുമാണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ യശോധരൻ പറഞ്ഞ പോലെ ഇന്ന് കേരളത്തിൽ നിയമസഭയിലെത്തി പല മന്ത്രിമാരെയും കാണാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ മന്ത്രിമാർക്ക് നമ്മളെ കാണുമ്പോൾ മിണ്ടണോ എന്നുള്ള സംശയവും അവർ വഴിമാറി പോകുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മളെ എപ്പോൾ വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇടോ എന്നൊരു വിളിയുണ്ട്. ആ ഒരു വിളിയിൽ നമ്മുടെ എല്ലാ എല്ലാ പ്രതിഷേധങ്ങളും തോളിൽ തട്ടിയിട്ട് ഇടോ എന്തുകൊണ്ട് വിശേഷം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ അനുസ്മരണ സന്ദേശം നൽകി. കേരള രാഷ്ട്രീയത്തിന്റെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ഒരിക്കലും മറക്കാത്ത 10,000-കണക്കിന് മുഹൂർത്തങ്ങൾക്ക് നേതൃത്വം നൽകിയ കേരളത്തിലെ ജനമനസ്സാക്ഷിക്ക് മുമ്പാകെ ഇന്നും ഏറ്റവും ആർജവത്തോടെ നിൽക്കുന്ന മുഖമാണ് പ്രിയപ്പെട്ട C ഉമ്മൻചാണ്ടിയുടേത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിത സരണികളുടെ ഓരോ ഘട്ടങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയും അതേപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയുമൊക്കെ അദ്ദേഹം ജീവിച്ചു മറഞ്ഞ നിരവധിയായ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലൂടെ തെളിഞ്ഞു വരികയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രി, കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച മുഖ്യമന്ത്രി, ഐക്യരാഷ്ട്രസഭ പോലും ഒരു ഘട്ടത്തിൽ അവാർഡ് നൽകി ആദരിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി C ഉമ്മൻചാണ്ടിയെ നമുക്ക് അങ്ങനെ വിവിധ കർമ്മപദങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് MN ഗോപി, നേതാക്കളായ രാജു എടത്തുവ, Y സ്റ്റീഫൻ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലസിംഗ്, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി, ബെന്നി തുണ്ടത്തിൽ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ, പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ്, നേതാക്കളായ ശ്യാമള വിശ്വനാഥൻ, MS മഹേശ്വരൻ, ടോമി ജോസഫ്, KK കുഞ്ഞുമോൻ, ഷാജി മടത്തിൻമുറി, രാജേഷ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു.
സിറ്റി വിഷൻ നെടുങ്കണ്ടം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാമത് അനുസ്മരണ ദിനം മുരിക്കാശ്ശേരി സ്നേഹഭവനിൽ നടന്നു. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ ദിനാചരണ പരിപാടികൾ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഇടുക്കി MLA റോയി കെ പൗലോസ് നിർവഹിച്ചു. ഉമ്മൻചാണ്ടിയെ അറിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകൾ ഈ ദിവസം വളരെ ആദരവോടുകൂടിയാണ് കാണുന്നത്. നമുക്കറിയാം, ഒരുപാട് നേതാക്കന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അത് എല്ലാ പാർട്ടിയുടെയും ഒക്കെ ആയിട്ടുണ്ട്, മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയെപ്പോലൊരു മനുഷ്യസ്നേഹി നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ മനോഭാവവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള വിലാപയാത്ര തിരുവനന്തപുരത്തുനിന്ന് പുതുപ്പള്ളി വരെ എത്താനെടുത്ത സമയം 48 മണിക്കൂറിലേറെയാണ് സമയമെടുത്തത്. അപ്പോൾ 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു യാത്രയാണ് ഏകദേശം 48 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ട് ഇവിടെ എത്തിയത് എന്ന് പറയുമ്പോൾ എന്തുമാത്രം ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, ആരാധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത്. കോൺഗ്രസ് വാത്തുകുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KB സെൽവം, ജെയ്സൺ K ആന്റണി, പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, വൈസ് പ്രസിഡന്റ് മിലാനി സാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി സജു, മിനി സാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VA ഉലഹന്നാൻ, മറ്റ് ജനപ്രതിനിധികൾ, UDF നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാമത് ചരമവാർഷികം കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്നു. KPCC മെമ്പർ R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാമത് ചരമവാർഷികം കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചു. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റും ടൗൺ വാർഡ് മെമ്പറുമായ ജോഷി കന്യാക്കുഴിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC മെമ്പർ R ബാലൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, അതോടൊപ്പം തന്നെ ഒരു ജനീയനായ മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റൊരു ഉദാഹരണം ആർക്കും ഇന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയത്തിലും പറയാനില്ല. അത്രമാത്രം ജനീയനായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്നുള്ളതായിട്ട് യാതൊരു വിശ്വാസം. തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം സെക്രട്ടറി മിനി ബേബി സ്വാഗതം ആശംസിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. DCC മെമ്പർമാരായ KP ഗോപിദാസ്, ലിജോ മുണ്ടപ്ലാക്കൽ, VK മാത്യു, ബെന്നി പാലക്കാട്, രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, സാജു പഴപ്ലാക്കൽ, ബാബു കൊച്ചുപുര, ശ്രീജ സനിൽ, ഗീതാ പ്രസാദ്, നന്ദകുമാർ CJ, ബിജു കൂട്ടുപുഴ, സിനി മൂലക്കുഴിയിൽ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജാക്കാട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അടിമാലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി ദിനം ആചരിച്ചു. അടിമാലി കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് PV സ്കറിയ ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അടിമാലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി ദിനം ആചരിച്ചു. അടിമാലി കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് PV സ്കറിയ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയെ നമ്മൾ ഓർക്കുമ്പോൾ വളരെ ഇന്ന് അദ്ദേഹം ഇല്ലാത്ത നമുക്ക് വലിയ തീരാ നഷ്ടമാണ്. ഒന്ന് ഫോൺ വിളിച്ചാൽ രാത്രി ആയാലും ഫോൺ എടുത്ത് കാര്യങ്ങൾ പറയാനും ബന്ധപ്പെടാനും നമുക്ക് കഴിയുമായിരുന്നു. ഇന്ന് അദ്ദേഹം ഇല്ല. അദ്ദേഹം ഓർമ്മകൾ മാത്രം മൂന്നാം വർഷത്തിൽ കിടക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം ഏറ്റവും ഇങ്ങനെ ഒരേ ജില്ലയിൽ 2-3 കുടുംബ ആളുകളെ വിളിച്ചുകൂട്ടി സഹായം ചെയ്യാൻ അതിനുവേണ്ടി പ്രത്യേക അവാർഡും പുരസ്കാരവും കിട്ടി. അനുസ്മരണ സമ്മേളനത്തിനു ശേഷം പുഷ്പാർച്ചനയും നടന്നു. സ്മൃതി ദിനത്തിന്റെ ഭാഗമായി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കായി ദേവികുളം MLA F രാജയുടെ നേതൃത്വത്തിൽ അന്നദാനവും നടത്തി. അനുസ്മരണ യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ ബാബു P കുര്യാക്കോസ്, TM സിദ്ദിഖ, മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി K വർഗീസ, PR സലിംകുമാർ, മോഹനൻ നായർ, ജോൺസി ഐസക്ക,
പോൾ മാത്യു, മിനി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. കൂമ്പൻപാറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഭ കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും ലിറ്റിൽ കൈറ്റ്സ് പ്രതിഭകളെ ആദരിക്കലും നടന്നു. അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസർ വിനോദ് വിജെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂമ്പൻപാറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസർ വിനോദ് വിജെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പലവിധ കഴിവുകളുള്ള ആളുകളാണ് മനുഷ്യർ. ആ കഴിവുകൾ വികസിപ്പിക്കണമെങ്കിൽ അവരവരുടെ കഴിവുകൾ കണ്ടെത്തണം. അങ്ങനെ ഓരോരുത്തരുടെ കഴിവുകൾ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിദ്യാരംഗ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കൈറ്റിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ മികച്ച പ്രവർത്തനങ്ങളിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രതിഭകളെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ദ്വിപുരാജ വിദ്യാർത്ഥികളെ ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ സംഗീതം, നാടോടി നൃത്തം, വൈവിധ്യമാർന്ന നൃത്താവിഷ്കാരങ്ങൾ തുടങ്ങിയവ അവതരിപ്പിച്ചു. സോഷ്യൽ മീഡിയ സയൻസ് വിഭാഗം അധ്യാപകൻ വിപിൻ വർഗീസ്, സിസ്റ്റർ ഡോൺ മരിയ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണം ഗ്രാമിന് 13,735 രൂപ, പവന് 1,05,080 രൂപ, വെള്ളി ഗ്രാമിന് 235 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർഷങ്ങളായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഭീഷണിക്കൊപ്പം ആശങ്കയായി ഒഴിപ്പിക്കൽ ഭീഷണിയും ഉപ്പുതറയും. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പഴയരിക്കട്ടപ്പുഴയിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോര പാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയും ജില്ലയിലെ മലയോര ജനതയോടുള്ള കരുതലുമാണ് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിലെ നിർമ്മാണ തടസ്സം ഒഴിവാക്കാൻ സാഹചര്യമൊരുക്കിയതെന്ന് ഡി കുര്യാക്കോസ് MP. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.